ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ പാസ്റ്റ് എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട്. എന്നെ ഇപ്പോഴും പല കാര്യങ്ങളിലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളും എന്നെ പാസ്റ്റ് ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ലൈറ്റ് ഇട്ടാണ് ഉറങ്ങുന്നത്, എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ പേടി, എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്. കാരണം എൻ്റെ ലൈഫിലുള്ള എല്ലാ മോശക്കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഇരുട്ടിലാണ്. ഉളി എടുത്തൊരിക്കൽ എൻ്റെ അമ്മയുടെ കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞ്, നീ ഇപ്പം നിൻ്റെ അപ്പൂപ്പനെ വിളിച്ച് ഇവിടെ വരുത്തണം, ഇപ്പം നിൻ്റെ അപ്പൂപ്പനെ വിളിച്ച് ഇവിടെ വരുത്തിയില്ലെങ്കിൽ നിൻ്റെ അമ്മ ഇപ്പം കൊല്ലും. ഇപ്പം ഇരിപ്പിലായിരിക്കും ഞാനൊരു വീഡിയോ ഇട്ടാൽ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞാനൊരു നൈറ്റിയൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. എനിക്കതാണ് കംഫർട്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങളും, ഈ കാര്യത്തിൽ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ്. അപ്പോൾ ഈ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വൾണറബിൾ ആവുന്നത്. ഓൾസോ ടു സെക്ഷൽ അബ്യൂസ്. ഗംഗ പറഞ്ഞിരുന്നു ദാറ്റ് യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. സോ ടെൽ മീ വാട്ട് റിയലി ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചത്? ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല, കാരണം എനിക്കത് എല്ലായിടത്തും പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഇവിടെ ആകുമ്പോൾ എനിക്ക് അത്രയും ഞാൻ ഭയങ്കര സെക്യൂറായിട്ട് സേഫായിട്ട് ഫീൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാനൊരു 4th പഠിക്കുമ്പോൾ എനിക്കൊരു 7-8 വയസ്സുള്ള ടൈമിൽ അച്ഛൻ്റെ തന്നെ ഒരു റിലേറ്റീവ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ടൈമിൽ എനിക്കറിയാം എനിക്കൊരു പെയിനുണ്ട്. അപ്പോൾ എനിക്കത് പറയണം, എനിക്ക് ആരുടെയും പറയണം, അല്ലെങ്കിൽ എനിക്ക് ആ പെയിൻ കാരണം എനിക്കിങ്ങനെ പറ്റി എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാൻ ആരുമില്ല. അമ്മയുണ്ട്, പക്ഷെ അമ്മ എപ്പോഴും സങ്കടത്തിലാണ് ഞാൻ കണ്ടുള്ളൂ. കാരണം എനിക്ക് തുറന്ന് പറയാനുള്ള നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹമോ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തില്ല. കാരണം നമ്മൾ പെൺകുട്ടിയൊക്കെ എന്താവശ്യം വരുമ്പോഴും നമ്മൾ ചെന്ന് പറയുന്ന ഒരാൾ അച്ഛനാണ്. എനിക്കത് വേണം, ഇന്നത് വേണം, എനിക്ക് ഇന്നത് പറ്റി. കാരണം നമ്മളെ സെക്യൂർ ആക്കുന്ന ഒരാൾ അച്ഛനാണ്. പക്ഷേ എനിക്കിന്നും ആ സെക്യൂരിറ്റി കിട്ടിയിട്ടില്ല, എനിക്കിന്നും ആ ഇൻസെക്യൂരിറ്റി ഉള്ളൂ. അച്ഛനെന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ എനിക്ക് തന്നിട്ട് പോയ ഏറ്റവും വലിയ ട്രോമയാണ് ഇൻസെക്യൂരിറ്റി. എനിക്ക് ഉണ്ടായ ചൈൽഡ് അബ്യൂസിൽ അന്ന് ഞാൻ പഠിച്ച കാര്യമാണ് എനിക്ക് ആരുമില്ല. അന്ന് എന്താ ചെയ്തേ? ആദ്യം ഗംഗ എന്താ ചെയ്തേ? എനിക്കിങ്ങനൊരു ഇതുണ്ടായപ്പോൾ എനിക്കൊരു പെയിൻ ഉണ്ട് ചേച്ചി. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ എനിക്കൊരു പെയിൻ ഉണ്ട്. അപ്പോൾ പെയിൻ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് കരയണം, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. എന്നെ ഒരാൾ ഉപദ്രവിക്കുന്നുണ്ട്, എന്നെ സെക്ഷലി ഒരാൾ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് പറയാൻ വേണ്ടിയിട്ട് ആരുമില്ല. എനിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്നുണ്ട്. ഞാൻ സംഭവം നടന്ന ഉടനെ ഞാൻ ഓടിയിട്ട് ഞാൻ പോയി അമ്മയുടെ അടുത്ത് പോയപ്പോൾ എൻ്റെ വീട്ടിൽ അവിടെ ബഹളം നടക്കുകയാണ്. വീട്ടിൽ അമ്മയും അച്ഛനോട് അവിടെ വൻ ബഹളം നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ചെന്നിട്ട് അച്ഛൻ എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ ചിലപ്പോൾ എൻ്റെ പുള്ളിക്കാരൻ അടിച്ചാലോ എന്നുള്ളൊരു പേടി. എനിക്ക് അമ്മയുടെ അടുത്ത് പറയാൻ പേടി. അല്ലെങ്കിൽ ഞാൻ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റേ പുള്ളിക്കാരനുമായിട്ട് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ ആവൂ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഫാമിലി ഇഷ്യൂ ഞാൻ കാരണം ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടാവും. അന്ന് ആ 4ാം ക്ലാസ്സുകാരിയാണ്, പക്ഷെ ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആ മനസ്സിൽ. അന്നത്തെ ആ കാര്യം ഞാൻ ഇന്നും ആരടുത്തുമില്ല. ഈ റീസെൻ്റ് ആയിട്ടൊരു 4 to 5 months ago ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയോട് പറഞ്ഞപ്പോൾ ഞാനത് എപ്പം പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും പറ്റില്ല ചേച്ചി. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ പാസ്റ്റ് എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട്. എന്നെ ഇപ്പോഴും പല കാര്യങ്ങളിലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളും എന്നെ പാസ്റ്റ് ഹോണ്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു സാഹചര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര വീക്കായ സമയത്ത് ഞാൻ അമ്മയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അമ്മ ജസ്റ്റ് ഷോക്കായിപ്പോയി. അയ്യോ എൻ്റെ കൊച്ചിന് ഇങ്ങനൊരു സംഭവം നടന്നോ, ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോഴും എനിക്ക് ആ ട്രോമയുണ്ട്. ഞാൻ ഉറങ്ങാറില്ല കറക്റ്റ് സമയത്ത്. ഞാൻ ലൈറ്റ് ഇട്ടാണ് ഉറങ്ങുന്നത്, എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ പേടി, എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്. കാരണം എൻ്റെ ലൈഫിലുള്ള എല്ലാ മോശക്കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഇരുട്ടിലാണ്. ഞാൻ കണ്ണടച്ച് നമ്മൾ കിടന്നുറങ്ങും. സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ക്ഷീണമല്ലേ എപ്പോഴും. ഒരു 8 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങും. അച്ഛനൊരു 9-10 മണിയൊക്കെ ആകുമ്പോൾ ജോലി കഴിഞ്ഞിട്ട് വരും. ഞാൻ സൗണ്ട് കേൾക്കും, അമ്മ അടിക്കുന്നതും അമ്മ കരയുന്നതും ഒക്കെ സൗണ്ട് കേട്ട് ഉണർന്ന് ഞാനും അനിയത്തിയും കൂടെ ഒരു മൂലയിൽ അങ്ങനെ ഇരിക്കും. ബെഡിൻ്റെ ഒരു സൈഡിൽ, തറയിലാണ് ഞങ്ങൾ കിടക്കുന്നത്, ആ ഒരു സൈഡിൽ ഞങ്ങൾ അങ്ങനെ ഇരിക്കും. എപ്പോഴും ഇരുന്ന് അങ്ങ് ഉറങ്ങും. രാവിലെ എണീക്കും, പോവും. കാരണം പിന്നെ ആയപ്പോൾ എന്തെന്നറിയോ, ഞങ്ങൾക്കത് ദിവസവും യൂഷ്വലായിട്ട് നടക്കുന്ന ഒരു കാര്യമായി. ഇത്രയും അധികം വയലൻസ് കണ്ടിട്ട് ഇപ്പം അത് എങ്ങനെയാണ് ഡേ ടു ഡേ ലൈഫിൽ ഗംഗനെ എഫക്റ്റ് ചെയ്യുന്നത്? ആൻഡ് ഗംഗ അതിനെന്തെങ്കിലും പ്രതിവിധി ആരെങ്കിലും ഡോക്ടേഴ്സിനോട് സംസാരിക്കുമോ? എന്തെങ്കിലും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഹെൽപ്പുണ്ട്. ഡോക്ടറല്ല, ഞാനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പോകുമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട്
പ്രോബ്ലം ഫേസ് ചെയ്ത ഒരാളാണ്. പക്ഷേ ഒരു 9 to 10 months എഗോ അല്ലെങ്കിൽ ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര വീക്കായിപ്പോയി. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ആരും എന്ന് എനിക്ക് മനസ്സിലായ ഒരു ടൈമുണ്ട്. ഞാൻ കണ്ട ആൾക്കാർ അല്ല റിയാലിറ്റി, എല്ലാം ഫേക്കാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ടൈമുണ്ട് ചേച്ചി. ആ ടൈമിൽ ഭയങ്കര മെൻ്റലി ഞാൻ അങ്ങ് തകർന്നു പോയൊരു സമയമുണ്ട്. ഇത് ബ്രേക്കപ്പിൻ്റെ എൻ്റെ ബ്രേക്കപ്പിൻ്റെ സമയത്ത് ഞാൻ മെൻ്റലി ഞാൻ അങ്ങ് തകർന്നു പോയി. എൻ്റെ ആ ഒരു സംഭവം ഞാൻ അറിയുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. എന്നാൽ ആ ഒരു ടൈമിൽ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് നടന്ന് ആ ബസ്സിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കാൻ പറ്റുന്നില്ല. കണ്ണൊക്കെ നിറഞ്ഞിട്ട് എനിക്കൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റാനില്ല. ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചുറ്റുമുള്ള ഫേക്കായിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. ആ ഒരു ടൈമിൽ ഞാനൊരു ഡോക്ടറിനെ കണ്ടിട്ട് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഡോക്ടറല്ല സൈക്കോളജിസ്റ്റിൻ്റെ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പിന്നെ അതെപ്പോഴും സംസാരിച്ച് എനിക്ക് പിന്നെ ഒരു റിലീഫായിരുന്നു. കാരണം എനിക്ക് പിന്നെ സംസാരിക്കാൻ ഒരാളില്ലാതായി. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നമുക്ക് സംസാരിക്കാൻ ഒരാളില്ലാത്ത. എനിക്ക് ഫ്രണ്ട്സുണ്ട്, നല്ല കുറേ ഫ്രണ്ട്സുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും അവരെ വിളിച്ചിട്ട് രാത്രിയും വെളുപ്പാങ്കലത്തൊക്കെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ വിഷമമുണ്ടടി എന്നും പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റും. നമുക്കൊരു ലിമിറ്റില്ലേ, നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഞാൻ കാണിച്ച ആ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച് പിന്നെ ക്ലിയർ ചെയ്തു. പക്ഷേ ഇപ്പോഴും എനിക്ക് ആ പണ്ടത്തെ ട്രോമ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. കുറച്ച് സ്ട്രോങ് ആവുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്കിപ്പോഴും രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ലൈറ്റ് ഇട്ടേ ഉറങ്ങാറുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ഒരാൺ എൻ്റെ അടുത്ത് വന്നിരുന്ന എനിക്ക് ഭയങ്കര ബസ്സിലൊക്കെ പോകുമ്പം ഭയങ്കര ഇൻസെക്യൂരിറ്റി, എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള. ഞാനിങ്ങനെ ഉറങ്ങാതെ ഞാനിങ്ങനെ ഇരിക്കും, എനിക്ക് ഉപദ്രവിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു മോളെയൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും ഓൾറെഡി പേടിയായി എനിക്ക് ആ കൊച്ചിനെ അയാൾ ഉപദ്രവിക്കുമോ. എനിക്ക് അങ്ങനെ ഭയങ്കര പേടിയുണ്ട്. ഇൻകേസ് എനിക്ക് 2 മാമൻ്റെ മക്കളുണ്ട്. അവന്മാരുടെ അടുത്ത് ഞാൻ പറയും, ആരെങ്കിലും ബസ്സിൽ വന്നിരിക്കുക കയ്യിലും കല്ലും പിടിക്കുക. ഞാൻ പറയുന്നുണ്ട് പ്രൈവറ്റ് പാർട്സിലും എല്ലാം തൊടുണ്ടെങ്കിൽ അപ്പം റിയാക്ട് ചെയ്യണം, ഇപ്പം ആണെന്നില്ല പെണ്ണെന്നില്ല അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പറയും. അപ്പം അവന്മാരിങ്ങനെ ചോദിക്കും അവർ കേട്ടിട്ടില്ല. കാരണം ഞങ്ങളുടെ ആ ഫാമിലിയിൽ അവർക്കാർക്കും പറഞ്ഞു കൊടുക്കുക അങ്ങനെ ആരുമില്ല. ഞാൻ പറയും ഇങ്ങനെ ആരെങ്കിലും വന്നിരുന്നാൽ സൂക്ഷിക്കണം. ഞാൻ ചോദിക്കും, ഞാൻ ഇന്നലെ എൻ്റെ മാമൻ്റെ മൂത്ത മോൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ക്ലാസ്സിലെ പയ്യന്മാരായാലും ഉപദ്രവിക്കുമോ, സ്കൂളിലെ ചേട്ടന്മാരായാലും ഉപദ്രവിക്കുമോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. എനിക്ക് ആ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഇപ്പോഴും. കാരണം ഇപ്പോഴും ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് ആരും തുറന്ന് സംസാരിക്കുന്നില്ല, നമ്മുടെ കുടുംബങ്ങളിൽ സംസാരിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഈ മീഡിയ കൂടെയും അല്ലാതെ മെസ്സേജിങ് ഒക്കെ കാണുമെങ്കിലും അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നമ്മുടെ ലിവിങ് റൂമിൽ ഉണ്ടാവില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അത് പറയാൻ നാണക്കേടോ അല്ലെങ്കിൽ ചിലപ്പം ഇപ്പം എന്നെപ്പോലെ ഒരാളാണെന്നുണ്ടെങ്കിൽ പേടിയായിരിക്കും. മേ ബി അന്ന് ഞാൻ വിചാരിച്ചു എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഇഷ്യൂ ആവും, ഞാൻ കാരണം ഒരു ഇഷ്യൂ ആവും. ഓൾറെഡി എൻ്റെ അച്ഛനൊരു പ്രശ്നമാണ്, എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അച്ഛനും ആ ഫാമിലിയായിട്ട് പ്രശ്നമാവും. വേണ്ട. അപ്പോഴാണ് ഈ പേടി വിട്ടത്. ആൻഡ് ഇത് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് അംഗീകാരം വന്നതിന് ശേഷമാണോ ഈ ഒരു ധൈര്യം വന്നത് എനിക്കിതൊക്കെ നേരിടാൻ പറ്റും എന്നുള്ളത്? അല്ലേ ചേച്ചി, ഞാനൊരു +2 കഴിഞ്ഞപ്പം മുതൽ നമുക്ക് ലൈഫിലെ സിറ്റുവേഷനാണ് നമ്മളെ കുറച്ചുകൂടെ നമുക്ക് നോ പറയാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവണത്. ഞാൻ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ സിറ്റുവേഷനിൽ ഞാൻ നോ അല്ലെങ്കിൽ പറ്റൂല, ഇല്ല എന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ളത് എൻ്റെ വന്നു തുടങ്ങി. അപ്പം പിന്നെ ഒബ്വിയസ്ലി ആൾക്കാർ എന്നെ അഹങ്കാരിയായിട്ടും തൻ്റേടിയായിട്ടും മാറ്റി. മീൻസ് എൻ്റേതായിട്ടൊരു സ്ഥലം ഞാൻ കണ്ടുപിടിക്കുമ്പോഴാണ് എന്നെ തൻ്റേടിയാകുന്നത്. അതല്ലേ പറയുന്നത്, തൻ്റേതായിട്ടുള്ള ഒരു ഇടം കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ തൻ്റേടിയാകുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്പേസും എൻ്റേതായിട്ടുള്ളൊരു ഒപ്പീനിയനും ഞാൻ കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ ഫാമിലിക്കും സൊസൈറ്റിക്കും ഞാൻ തൻ്റേടിയായത്. ഇപ്പോഴും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വിചാരിക്കുന്നുണ്ട് അവൾ രാത്രി പോകുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്നത് തന്നെ ഞാൻ രാവിലെയുള്ള ട്രെയിനിലാണ്. അതപ്പോൾ രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി 12 മണിക്കാണ്. ഇപ്പോൾ രാത്രി പോകുന്നു, രാവിലെ വരുന്നു, തോന്നിയ സമയം. പക്ഷെ എനിക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന്. അതേപോലെ എൻ്റെ അമ്മയ്ക്കും അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ ആരെയും ബോധിപ്പിക്കാനില്ല, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട. കാരണം എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ കഷ്ടപ്പെട്ട് കിടന്നപ്പോൾ ഞങ്ങൾക്ക് ആഹാരമില്ല, ഡ്രസ്സില്ല, ഞങ്ങൾ പീരീഡ്സ് ആകുമ്പോൾ ഒരു പാൻറ്റീസ് പോലും ഇല്ലാതെ, ഒരു പാഡ് പോലും ഇല്ലാതെ ഞങ്ങൾ കിടന്ന സമയത്ത് ഒരു റിലേറ്റീവ്സും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അത്രയും വലിയ ആൾക്കാർ പോലും ഒന്നുമില്ലല്ലോ, ഒരു ഓണക്കിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ 2 പെൺപിള്ളേരല്ലേ കുറച്ച് സാനിറ്ററി നാപ്കിൻ ആരും കൊണ്ട് തന്നിട്ടില്ല. ചേച്ചി, നിങ്ങളുടെ വീട്ടിൽ 3 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ 3 പേരാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം എനിക്കൊരു പേടിയുണ്ട്, എപ്പോഴും വേണം അച്ഛൻ വരാം, എപ്പോഴും വേണം അച്ഛൻ വന്ന് ഞങ്ങൾ ഉപദ്രവിക്കാം. എനിക്കെപ്പോഴും എൻ്റെ കണ്ണിലുള്ള എന്താണെന്നറിയോ, എപ്പോഴും വന്ന് വേണോ ഒരു വാളെടുത്ത് വെട്ടാം. കാരണം എനിക്കറിയുന്നുള്ള അച്ഛനെന്ന് വെച്ചാൽ
എപ്പോഴും ഉളി, കാരണം പുള്ളിയുടെ ജോലി കാർപ്പൻ്ററാണ്. അപ്പോൾ എപ്പോഴും കയ്യിലൊരു ഉളി കാണും. ഉളി എടുത്തൊരിക്കൽ എൻ്റെ അമ്മയുടെ കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞ്, നീ ഇപ്പം നിൻ്റെ അപ്പൂപ്പനെ വിളിച്ചിവിടെ വരുത്തണം, ഇപ്പം നിൻ്റെ അപ്പൂപ്പനെ വിളിച്ചിവിടെ വരുത്തിയില്ലെങ്കിൽ നിൻ്റെ അമ്മ ഇപ്പം കൊല്ലും. കാരണം എൻ്റെ അപ്പം ഭയങ്കര വയസ്സായിട്ടുള്ള ആളാണ്. ഇപ്പോഴും പുള്ളിക്കാരൻ ജോലിക്ക് പോകുന്നുണ്ട്, കിണർ വെട്ടാനും ഒക്കെ പോകുന്നുണ്ട്. 80 വയസ്സായി. ഇപ്പോഴും പുള്ളിക്കാരൻ കിണറൊക്കെ വെട്ടാൻ പോകുന്ന, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം മക്കളാരും സെറ്റിൽഡ് ആയിട്ടില്ല, അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ മനുഷ്യനെ ഞാൻ പാതിരാത്രി വിളിച്ചുണർത്തണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വിളിക്കും. ഇപ്പം പോലീസ് സ്റ്റേഷൻ വിളിച്ച് പോലീസ് ഇവിടെ വരണം. പക്ഷെ പോലീസ് വന്നിട്ടില്ല. കാരണം സ്ഥിരമായി ചേച്ചി, ഞങ്ങൾ അവിടെ നിന്നുള്ള കോൾസ് സ്ഥിരമായി. എന്നും ഈ പുള്ളിക്കാരൻ്റെ ഭാഗം കാരണം ഞങ്ങൾ വിളിക്കും, സ്ഥിരം ഒരാളും വന്നിട്ടില്ല. എനിക്ക് പേടിയാണ്. ഞങ്ങൾ സത്യമല്ല, എനിക്കറിയാം നമുക്ക് മരണഭയമൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞിലേ ഞാൻ എക്സ്പീരിയൻസ് ഉണ്ട്. ഏത് നിമിഷവും മരിക്കാം, അല്ലെങ്കിൽ ഈ രാത്രി താണ്ടും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കില്ലായിരുന്നു. ചിലപ്പോൾ ഈ രാത്രി ഞങ്ങൾ 3 പേര് മരിക്കുമായിരിക്കും, രാവിലെ ഉണരൂല എന്നുള്ളത്. പിന്നെ എപ്പോഴും ഒരു പേടി എന്ന് വെച്ചാൽ, രാവിലെ ഉറക്കം എണീറ്റുണ്ടെങ്കിൽ ഞാൻ വിളിക്കണ ഒരു പേരുണ്ട്, അമ്മ അമ്മ എന്ന് എപ്പോഴും വിളിക്കും. അമ്മ അമ്മ എന്ന് വിളിച്ചോണം. അമ്മയൊന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് പേടിയാണ്. ഞങ്ങൾ അങ്ങനെ പേടിച്ച് ജീവിച്ചിട്ടുണ്ട് ചേച്ചി. കാരണം ചിലപ്പോൾ അമ്മ വെള്ളം കോരാൻ താഴെ പോയിട്ടുണ്ടായിരുന്നായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് അമ്മയെ കണ്ടില്ല എന്നുണ്ട്. കാരണം ഭയങ്കര പേടിയാണ്. എനിക്ക് ആ ഒരു അച്ഛൻ്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം. ഒന്നിനും മടിക്കാത്തൊരു സ്വഭാവം, ഏത് നിമിഷം എന്തും ചെയ്യാൻ പറ്റുന്നൊരു സ്വഭാവം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, കതവ് തുറന്നിട്ടിരിക്കരുത്, 2 കതവ് അടച്ചിട്ടിരിക്കണം, പെപ്പർ സ്പ്രേ എടുത്ത് വാതിലിൻ്റെ സൈഡിൽ വെച്ചിട്ട്, ജനലിൻ്റെ സൈഡിൽ എടുത്ത് വെച്ചിട്ടാണ് വന്നത്. ഈ കുടുംബത്തിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കുന്ന ഗംഗയാണ്. ചെറിയൊരു പ്രായത്തിൽ തന്നെ. ഇപ്പോൾ ഗംഗയ്ക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. വീടുണ്ടാക്കണം, കല്യാണത്തിനെ കുറിച്ച് സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ ഗംഗ ഇതെല്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു ഒത്തിരി ഭാരമല്ലേ ചുമക്കാൻ? ഭാരമാണ് ചേച്ചി. കാരണം ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ കരയണ ആരും കണ്ടിട്ടില്ല. കാരണം ഞാൻ കരയുന്നത് മറ്റുള്ളവരുടെ സിമ്പതിക്ക് വേണ്ടിയിട്ട്, എന്നെ കുറച്ച് സിമ്പതി ആക്കണം, അങ്ങനെ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ട് ഞാൻ കരഞ്ഞില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരും ഇല്ലല്ലോ, ഇത്രയും ഈ എല്ലാം ഞാനാണ് നോക്കുന്നത്, അപ്പം എല്ലാം സ്വയമേ നോക്കണ്ടേ? എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. എനിക്ക് പൈസ തന്ന ആരും സഹായിക്കണ്ട. കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണം എന്നുള്ളൊരിതേ ഉള്ളൂ. ഒരു ലോട്ടറി പോലും ലോട്ടറി എടുക്കാറില്ല. കാരണം എനിക്ക് ലോട്ടറി അടിച്ചിട്ടുള്ളൊരു പൈസ വേണ്ട, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണം. കാരണം എൻ്റെ വിയർപ്പിനെ എനിക്ക് ആ വില അറിയാൻ പറ്റുള്ളൂ. ആ കഷ്ടപ്പെട്ടുണ്ടാക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇത്രയും ഭാരം എനിക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഒരാളൊന്ന് മെൻ്റലി സപ്പോർട്ട് ചെയ്യണം. എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും സപ്പോർട്ട് ചെയ്യണ ഒരു പരിധിയുണ്ട്. എന്നെ ഒന്ന് മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രേക്കപ്പ് വല്ലാതെ തകർത്തിയിട്ടുണ്ടായിരിക്കും. ഉണ്ട്, ഒരുപാട് എന്നെ ഭയങ്കരമായിട്ട് വീക്കാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയത്, എനിക്കൊരുപാട് നല്ലത് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴേക്കോ ഞാൻ വിചാരിച്ച ഒരാളല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വേണ്ട, നമുക്കൊന്നും നല്ലതല്ലെന്നുണ്ടെങ്കിൽ നമ്മളതങ്ങ് നിർത്തുക തന്നെയാണ് നല്ലത്. നമ്മൾക്ക് എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ, എൻ്റെ അമ്മയുടെ ലൈഫ് പോലെ ആവരുത്. എനിക്ക് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതാണ്, ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ കല്യാണ ആലോചനയൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ അമ്മ ആലോചിക്കുന്നില്ല, എൻ്റെ ബന്ധുക്കൾ ആലോചിക്കുമ്പോൾ അവർ വിചാരിക്കുന്ന പെൺകൊച്ചാണ്, അതൊരു ഭാരമാണ്, അതൊരാളെ തലയിൽ അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങ് കൊടുത്തു വിടണം, ആ ഒരു ഭാരം, അത്രയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഗംഗ എങ്ങനെയാ ഇപ്പം ഭാരമാവുന്നത്? ഗംഗ ഇപ്പം യൂട്യൂബറാണ്, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഗംഗ ഒരു ഭാരമാവുന്നത്? ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആധാരമുള്ള ഒരു ഭാരമല്ല. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ഭാരമല്ല. എൻ്റെ അമ്മ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളൊരു ഭാരമാണ്. കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പെൺകുട്ടികളല്ലേ ഭയങ്കര സെക്യൂർ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ആ ഒരു സെക്യൂരിറ്റി ഫീൽ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഗംഗ എങ്ങനെയാണ് ഇതിനോട് യെസ് പറയണത്? എനിക്ക് ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ല. കാരണം അവർ വിചാരിക്കുന്ന കല്യാണം എന്ന് പറഞ്ഞാൽ എന്നെ ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഹോം ആയിരിക്കണം. എനിക്ക് എന്ത് പ്രശ്നവും അല്ലെങ്കിൽ എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റണം എൻ്റെ ഏറ്റവും നല്ല പീസായിട്ടുള്ള സ്ഥലമായിരിക്കണം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ഹസ്ബൻഡിൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ആ കല്യാണം കഴിക്കുന്ന പുള്ളിക്കാരൻ, എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എനിക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചാൽ എൻ്റെ എല്ലാ സങ്കടവും തീരുന്നൊരു പീസ്ഫുള്ളായിട്ടുള്ള എൻ്റെ ഒരു ഹോം ആയിരിക്കണം. അതായിരിക്കണം എനിക്ക് എൻ്റെ ഹസ്ബൻഡ്, അല്ലാതെ എൻ്റെ പ്രോബ്ലം ആയിരിക്കരുത്. അപ്പോൾ അത് ഞാൻ അത്രയും ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. കാരണം ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ്. ആ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ അമ്മയുടെ ഡിവോഴ്സ് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആകുമ്പോൾ എൻ്റെ ഒരു പീസായിട്ടുള്ളൊരു സ്ഥലത്ത് വേണം എനിക്ക് ചെന്നെത്താൻ വേണ്ടിയിട്ട്. ഗംഗയ്ക്ക് ഇമോഷണലി ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. കാരണം ഇത്രയും
ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് വന്നത്. പക്ഷെ നമ്മളൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് പലപ്പോഴും നമുക്ക് തന്നെ അറിയാം ഇത് ഒരു പക്ഷേ ശാശ്വതമല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറാം, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, പ്ലാറ്റോ അടിക്കാം. നമ്മൾ വിചാരിക്കുന്ന മാതിരി സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ വർക്കോ കിട്ടണം എന്നില്ല, ഓരോ ദിവസം പുതിയ പുതിയ ആൾക്കാർ വരികയാണ്. അപ്പം ഈ ഒരു യൂട്യൂബിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഗംഗ എങ്ങനെയാണ് മാനുവർ ചെയ്യുന്നത്, ഞാൻ ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവും, ഒബ്വിയസ്ലി നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പം എനിക്കൊരിക്കലും യൂട്യൂബ് എന്നുള്ളൊരു എയിമിലല്ല ഞാൻ വന്നത്. കാരണം ഞാനിതൊരു പാഷൻ എന്നുള്ള പുറത്ത് തുടങ്ങി, അല്ലെങ്കിൽ എനിക്കൊരു ക്യാമറ ഇഷ്ടമാണ്, ക്യാമറയെ നോക്കി സംസാരിക്കാൻ ഇഷ്ടമാണ് എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാൻ തുടങ്ങിയത്. അതെന്നെ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഇതൊരു സംഭവം നിർത്തി, അല്ലെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതൊരു പകുതി വെച്ചിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മൈൻഡുണ്ട്. കാരണം ഞാൻ ഒന്നുമില്ലാതെ വന്ന ഒരാളാണ്. ഇനിയും എനിക്കത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എനിക്കിപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പം യൂട്യൂബ് ഇൻ കേസ് ഇല്ലാതായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ഞാനൊരു ബൊട്ടീക്ക് തുടങ്ങും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു രീതിയിൽ ജീവിക്കും ചേച്ചി. കാരണം ഞാൻ മേക്കപ്പ് പഠിച്ചിട്ടുണ്ട്, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം ഞാനത് മേക്കപ്പ് ചെയ്യാൻ എനിക്കത് പറ്റും. അപ്പം ഞാൻ ഒന്നുമില്ലാതെ വന്ന ഒരാളാണ്. അപ്പം ഇനി ഇത് പോയാലും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ ഇനിയും ചെയ്യും. കാരണം എനിക്ക് ആ വിൽ പവർ ഉണ്ട്, എന്നെ കൊണ്ട് പറ്റും. ഞാൻ ഒന്നുമില്ലാതെ വന്ന ഒരാൾ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ മേക്കപ്പ് വ്ളോഗേഴ്സിൻ്റെ കോമൻറ്റ് സെക്ഷൻ കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു തരത്തിലുള്ള ഒരു വൈകൃതമായിട്ടുള്ള കോമൻസും വളരെ നെഗറ്റീവായിട്ട് നമുക്ക് താങ്ങാൻ തന്നെ പറ്റില്ല. അത്രയ്ക്കും വൃത്തികെട്ട രീതിയിലാണ് അവർ ഓരോരോ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഗംഗയുടെ മുകളിൽ ഈ തരത്തിലുള്ള പ്രഷേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ബ്യൂട്ടി വ്ളോഗർ എന്ന നിലയ്ക്ക് നമുക്ക് പ്രഷേഴ്സ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഇരിക്കണം, കാണാൻ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഫ്രഷ് ആയിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഇന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രഷറുണ്ട്. പിന്നെ ഒരു വലിയ ട്രാൻസിഷനാണ് ഗംഗയ്ക്ക്. ഉള്ളിൽ ആ നെടുമങ്ങാടുള്ള ആ കുട്ടി ഇപ്പോൾ ഒരു വലിയൊരു യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാവുകയും അത് വഴിക്ക് പലവരെയും കാണുകയും മീറ്റ് ചെയ്യുകയും സ്വന്തം അതൊക്കെ ബാരിയേഴ്സ് എല്ലാം ഓവർകം ചെയ്യണം. അപ്പോൾ പല തരത്തിലുള്ള പ്രഷേഴ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് പറയുവാൻ ഹൗ ഡു യു ഹാൻഡിൽ ദം? ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ചേച്ചി പറഞ്ഞില്ലേ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ ഇപ്പം മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഭയങ്കര വീക്കായി പോകും. അവരുദ്ദേശിക്കുന്ന ഒരാളാവണം നമ്മൾ, അവരെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ള ഒരാളാണ്. അതേപോലെ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇപ്പം ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുമ്പം അവർ വിചാരിക്കുന്ന ഒരു തരത്തിലുള്ള ഭംഗി വേണം, ഭംഗിയുള്ളവർ മാത്രമേ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആവാൻ പാടുള്ളൂ. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യണം, അവർ ഇഷ്ടമുള്ള ഷെയ്ഡ്സ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ചിലപ്പോൾ നമ്മുടെ കാഷ്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇരിപ്പിലായിരിക്കും ഒരു വീഡിയോ ഇട്ടാൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാനൊരു നൈറ്റി ഒക്കെ ഇട്ടിട്ടായിരിക്കും ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്കതാണ് കംഫർട്ട്. എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. ഞാൻ ആരും വേദനിപ്പിക്കുന്നില്ല ചേച്ചി. ഞാൻ എൻ്റെ ഒരു കണ്ടൻറ്റോ എൻ്റെ ഒരു ഞാൻ ഒരാളെയോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ബുദ്ധിമുട്ടിപ്പിക്കാനില്ല. എന്നാൽ കഴിയുന്ന ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എന്നാൽ കഴിയുന്ന ഒരു ഞാൻ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരെ. അപ്പം ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നെഗറ്റീവ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. എനിക്കൊരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവണം, നമ്മൾ കുറച്ചുകൂടെ വളരണം, ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. കാരണം മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്കും അവർക്ക് മറ്റൊരാൾ വളരണ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എസ്പെഷ്യലി ഒരു വുമൻ ഒട്ടും പറ്റത്തില്ല നമ്മൾ വളരുന്നത്. കാരണം എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ആണുങ്ങൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ ട്രിവാൻഡ്രം ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ലാംഗ്വേജ് സംസാരിക്കുമ്പം ഒരു പെണ്ണ് സംസാരിക്കുമ്പം എന്തിനാ ഇവളിങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഫുള്ള് ഡയലോഗ് വരാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കണം, എല്ലാവരും മനുഷ്യരാണ്, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, എൻ്റെ റിയാലിറ്റി ഇതാണ്, ഞാൻ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യണവർ അക്സെപ്റ്റ് ചെയ്തത്, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചു. പക്ഷേ എനിക്ക് 10 ലക്ഷത്തിലധികം ആൾക്കാർ എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ചീവ്മെൻ്റ് ആണ്. ഇപ്പോൾ അതേ സമയത്ത് ഒരാണാണ് ഇങ്ങനെ ഒരു സ്ലാങ്ങിൽ സംസാരിക്കുമ്പോൾ എന്ത് വൈബാണ്, അടിപൊളിയാണ്, അങ്ങനെയെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ഇപ്പോഴും ഉണ്ട് ആ ഒരു ജെൻഡറിൻ്റെയൊക്കെ ഇഷ്യൂസ്. പക്ഷേ എനിക്ക് ആ നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ ഞാൻ ഒറ്റ കാര്യം വിചാരിക്കാറുള്ളൂ, കുഴപ്പമില്ല, എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കുക, ഞാൻ എന്താണോ, ഞാൻ എങ്ങനെയാണോ അങ്ങനെ പോവുക.
അതുപോലെ ഈ ഗ്ലൂട്ടത്തയോൺ IV ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. ട്രൈ ചെയ്തിട്ടുണ്ടോ? ഗ്ലൂട്ടത്തയോൺ ട്രൈ ചെയ്തിട്ടുണ്ടോ? ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്യാനും ട്രൈ ചെയ്യാനുള്ളൊരു പ്രഷറും ഉണ്ടാകാറില്ലേ? കാരണം ഇതൊക്കെ ബ്യൂട്ടി റിലേറ്റഡ് അല്ലെങ്കിൽ കോസ്മെറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സസ് ആണ്. അപ്പം അങ്ങനത്തെ പ്രഷേഴ്സ് ഉണ്ടാവാറുണ്ട് ചേച്ചി. കാരണം ചേച്ചി ഇപ്പം എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഭയങ്കര ഇപ്പം ഒന്ന് എൻ്റെ ഒരു ഇന്നർ ബ്യൂട്ടി എന്ന് വേണമെന്നാണ് പറയാം. കാരണം ഞാൻ ഉള്ളിൽ എപ്പോഴോ സന്തോഷിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങളാണ്. പിന്നെ നമ്മൾ പുറമേ എന്ത് കൊടുത്തിട്ടുണ്ടെന്നും കാര്യമില്ല ചേച്ചി, നമ്മൾ അകമയും കൂടെ കൊടുക്കണം. കാരണം എല്ലാവരും വിചാരിക്കുന്നുണ്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്തു, നമ്മൾ കുറേ സ്കിൻ കെയർ ചെയ്തു എന്നാൽ നമുക്ക് കുറച്ച് ബെറ്റർ ആവാം. ഒരിക്കലുമില്ല, നമ്മൾ ഉള്ളിലൂടെ കൊടുക്കണം. ഇപ്പം ഞാനും എൻ്റെ വീഡിയോസിൽ പറഞ്ഞു, നമ്മൾ ഉള്ളിൽ കൊടുക്കാതിരുന്നിട്ട് നമ്മൾ പുറമേ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് വെച്ചാലും നമ്മൾ ഉള്ളിൽ കൊടുക്കാതിട്ട് ഒരു ഉപയോഗമില്ല. അപ്പം ഞാൻ അന്ന് ഞാൻ അങ്ങനെ ഇരുന്ന ഒന്നെന്ന് പറയണത് ഞാൻ വെയിലൊന്നും കൊള്ളാതായി. കാരണം വെയിൽ കൊള്ളാതെ വെച്ചാൽ എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഡോക്ടർമാർ പറയുന്നുണ്ട് വെയിൽ മാക്സിമം കുറയ്ക്കുക. കാരണം വെയിലും കറക്റ്റായിട്ട് ഫുഡ് എടുക്കുക. കാരണം ഫുഡ് കൊടുക്കാതിരുന്നപ്പോഴാണ് എനിക്ക് തലവേദന വന്നു തുടങ്ങിയത്. അപ്പം ഞാൻ അന്നത്തെ ആ ഒരു പണ്ടത്തെ അതിൽ പട്ടിണിയായിരുന്ന സമയത്തുള്ള തലവേദനയാണ്. അപ്പം അതുകൊണ്ട് അതിലൊരു പാസ്റ്റിലൊരു സംഭവമാണ് എന്നെ ഫോളോ ചെയ്യണം, മൈഗ്രെയിൻ. കാരണം പണ്ട് പട്ടിണിയായിരുന്നുള്ളതുകൊണ്ട് ഇപ്പോഴും ചെറുതായിട്ടൊന്ന് വിശക്കുമ്പോഴത്തേക്ക് എനിക്ക് തലവേദന എടുക്കും. അപ്പം അതുകൊണ്ട് ഞാൻ വെയിൽ കൊള്ളൂല. ഞാൻ എപ്പോഴും ആ ഒരു +2 കഴിഞ്ഞ പോലെ ഞാൻ എപ്പോഴും കുടയൊക്കെ കൊണ്ടുവരുന്ന വെയിലൊന്നും കൊള്ളാതെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് ഞാൻ എന്തോ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെ ഇരിക്കണം, എനിക്ക് അങ്ങനെ ഇരിക്കണം എന്ന് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരുപാട് മാറ്റം വന്നത്. ഞാൻ മറ്റുള്ളവരെ വിട്ടിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്കെന്നും പറഞ്ഞ് ഞാൻ കുറച്ച് ടൈം കൊടുക്കാൻ തുടങ്ങി. എന്നെ സ്നേഹിക്കാൻ, കാരണം നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എപ്പോഴെങ്കിലും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറേ മാറ്റം ഉണ്ടായത്. സ്കിന്നിനായാലും ബോഡിക്കായാലും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി. എനിക്ക് കുറച്ചുകൂടെ ചിരിക്കാൻ പറ്റുന്നുണ്ട് ചേച്ചി. എനിക്ക് ചിരിച്ച് ആ ചിരി എനിക്ക് കുറച്ച് പേർക്ക് പോസിറ്റീവ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഗ്ലൂട്ട യൂസ് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും യൂസ് ചെയ്യില്ല. അപ്പം യൂസ് ചെയ്തെങ്കിൽ എനിക്ക് പറയാമല്ലോ. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം. അപ്പം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ആഗ്രഹമാണെന്ന് വെച്ചാൽ ആഗ്രഹമില്ല. കാരണം ഇപ്പൊ ഉള്ളൊരു ഇതിൽ അങ്ങ് പോയാൽ മതി. അല്ല, ഈ വെളുക്കുന്നതിന്റെ ഒബ്സഷൻ എന്താണെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സ്കിൻ കളർ എന്താണോ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതല്ലേ ഉള്ളൂ. ആണ്. ഇപ്പം ഞാൻ പണ്ടേ ഒരു ഡീപ്പ് ടോൺ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു മീഡിയം ഒരു ടോണായിരുന്നു. പക്ഷെ അത് എൻ്റെ സ്കിൻ കെയറും ഞാൻ കൊടുക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയായി. ഒന്നും ഞാൻ കൊടുക്കുന്ന കെയറാണ്, ഞാൻ ഇന്ന് സ്കിൻ കെയർ എന്ന ആളാണ്. പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യും. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളിൽ 1-2 കാര്യങ്ങളിൽ ഇതാണ്. അപ്പം ഇനി മുന്നോട്ട് ഗംഗ ബ്യൂട്ടി ബിസിനസ്സിൽ തന്നെ എനിക്കിഷ്ടം ഇതാണ്, വേറെ ഒന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നത്, എനിക്ക് പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്രൈസ് ഉള്ള ആളാണ്. ഇപ്പം ചിലർ പറയാറില്ല എനിക്ക് ക്യാപ്പ് ഭയങ്കര ക്രൈസ് ഉള്ള ആളാണ്. പിന്നെ ചിലർക്ക് ലിപ്സ്റ്റിക് ക്രൈസ് ഉള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കിൻ കെയർ എസ്പെഷ്യലി മോയ്സ്ചറൈസേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ലിപ്സ്റ്റിക് ക്രേസ് ഉള്ള ആളാണ്. ഞാൻ കയറി വന്നോടനെ ആദ്യം എന്നോട് ചോദിച്ചത് ഏത് ലിപ്സ്റ്റിക് ആണെന്ന്. ഭയങ്കര ക്രൈസ് ഉള്ള ആളാണ്. ഇങ്ങനെ കുറിച്ചാണ്. ഇപ്പം എനിക്കിതാണ് സന്തോഷം, എനിക്കൊരു സന്തോഷം തരണ ഈ കാര്യമാണ്. അപ്പം പിന്നെ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യണതാണ് നല്ലത്. എനിക്കിഷ്ടമില്ലാത്തൊരു ജോലി എടുത്ത് വെച്ചിട്ട് അത് സ്ട്രെസ് അനുഭവിച്ച് ചെയ്യുന്നേക്കാളും ഇഷ്ടമുള്ളൊരു കാര്യം എന്തോ നെഗറ്റീവോ പറഞ്ഞിട്ട് പോട്ടെ, നമുക്ക് ആർക്കും ഒരു ദ്രോഹമില്ല നമ്മളൊരു സൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് പീസ്. ദിസ് ഈസ് അമേസിങ്. യു ആർ എ ടോട്ടൽ സർവൈവർ, ഫൈറ്റർ. ഒരു കാർഡ് ഗെയിം ഉണ്ട്, അപ്പോൾ നമുക്കൊരു കാർഡ് ഗെയിം കളിക്കാം. ഓക്കെ, നമുക്കൊരു കാർഡ് ഗെയിം ആം. ദിസ് ഈസ് മൈ ഫ്രണ്ട് വെനസ. ഡിസൈനാണ് ഈ കാർഡ് ഗെയിം. റിമൂവ് ദ സൂപ്പർഫിഷ്യൽ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ട് ദാറ്റ് ഞാൻ ഇനി ഇങ്ങനെ ഒരു ഫേസ്, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഫേസ് വെക്കില്ല, ഐ എം ടേക്കിംഗ് ഇറ്റ് ഓഫ് ആൻഡ് ഐ എം പ്രസന്റിങ് ആസ് മൈ സെൽഫ്. എപ്പോഴെങ്കിലും ഇങ്ങനെ മറച്ചു വെച്ച് ജീവിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ്, ഞാൻ മറച്ചു വെച്ചിട്ട് ജീവിച്ചിട്ടുണ്ട്. എൻ്റെ സങ്കടങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പരാതികളൊക്കെ ഞാൻ മറച്ചു വെച്ച് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ടൈം എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല, ഇനി ഞാൻ എന്താണോ അത് കറക്റ്റായിട്ട് പറയണം. എപ്പോഴൊക്കെ പലരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാതായ സമയമുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചെയ്യും, എന്താണോ എനിക്ക് പറയാനുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ആ ഫേക്ക് മുഖംമൂടി എപ്പം മാറ്റിയോ അപ്പോഴാണ് ലൈഫ് ചേഞ്ച് ആയത്. ഇത് എപ്പോഴായിരുന്നു? ഒരു 18-19 വയസ്സുള്ള സമയത്ത് ഞാനായിട്ട് നിന്നപ്പോഴാണ് എനിക്ക് കുറച്ച് മാറ്റങ്ങൾ. അപ്പൊ അത്രയും നാളും വീട്ടിലെ കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ലായിരുന്നു? ഇല്ല,
ഞാൻ അടുത്ത് പറയില്ല, കാരണം എനിക്കത് പറഞ്ഞ് എനിക്കൊരാളുടെ സിമ്പതി വേണമെങ്കിൽ പറഞ്ഞില്ല, എനിക്കൊരു സിമ്പതി വേണ്ട, എനിക്കൊന്നും വേണ്ട. കാരണം ഞാനിപ്പോൾ ഹാപ്പി ആയിട്ടാണ് കോളേജിലോ സ്കൂളിലോ പോകുന്നത്, അങ്ങനെ കണ്ടാൽ മതി. കാരണം ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ സഫർ ചെയ്തിട്ടുള്ള കാര്യം, സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഫേക്ക് മുഖം മൂടി മാറ്റി, കാരണം എപ്പോഴും ഞാൻ എൻ്റെ സങ്കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനതൊരു കോമഡി അല്ലെങ്കിൽ മാറ്റും, അങ്ങനെ ആ ഒരു രൂപേണേ ഞാൻ പറയാറുള്ളൂ. അതെന്തോ എൻ്റെ നേച്ചറാണത്. ഐഡന്റിഫൈ ദ കോസ് ഫസ്റ്റ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ദ കോസ് ഫസ്റ്റ്. ഡു യു ഡു ദാറ്റ്? കുറേ സെൽഫ് റിഫ്ലക്ഷനും ആലോചിക്കാറുണ്ടോ? എന്താണ് ഈ പ്രശ്നത്തിന്റെ റൂട്ട് കാരണം എന്താണ്? ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പൊ തന്നെ ഈ ഒരു ഡൊമസ്റ്റിക് അബ്യൂസും വയലൻസിന്റെ സിറ്റുവേഷൻ വീട്ടിൽ വന്നപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഡു യു ലുക്ക് ബാക്ക് ആൻഡ് ഡു യു ട്രൈ ടു ഫിഗർ ഔട്ട് ഇതിന്റെ മെയിൻ കാരണം എന്തായിരിക്കും എന്ന് ആലോചിക്കാറുണ്ട്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അച്ഛൻ്റെ മദ്യപാനമാണ്, ആൽക്കഹോളാണ് ഇഷ്യൂ എന്ന് വിചാരിച്ച്. അപ്പോഴാണ് ആൽക്കഹോൾ നിർത്തിയ ടൈമിൽ ഞങ്ങൾക്ക് പീസായിട്ടുള്ളൊരു ലൈഫ് കിട്ടിയത്, പീസ്ഫുൾ ആയിട്ടുള്ള. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങിയപ്പം പിന്നെ ആ കാര്യം ഞാൻ കേസ് കൊടുക്കും. പിന്നെ എന്തെങ്കിലും ലൈഫിൽ ഇഷ്യൂ വരുമ്പോൾ ഞാൻ ആലോചിക്കും ഒരു റൂട്ട് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് അൺബിലീവബിൾ. That pretty much sums up your journey. യെസ്, കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം എനിക്കത് വിശ്വസിക്കാനില്ല. കാരണം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലുള്ള ഡ്രീമാണ്. കാരണം അച്ഛൻ എന്ന് അടിച്ചിറക്കിയോ വീട്ടിൽ നിന്ന് അന്ന് മുതലുള്ള ഒരിതാണ്. ഇത് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ആരും അടിച്ചിറക്കൂല. അല്ലെങ്കിൽ അമ്മ എപ്പോഴും പറയണത് നമുക്ക് സ്വന്തമായിട്ട് വീടില്ലല്ലോ, നമുക്ക് പോകാൻ പറ്റൂലല്ലോ, നമുക്ക് പോകാൻ സ്ഥലമില്ല, നമ്മളെവിടെ പോവും എന്നുള്ളൊരു ചോദ്യമുണ്ട് എപ്പോഴും എൻ്റെ മൈൻഡിലാണ്. നമ്മളെവിടെ പോവും, ഇവിടെ നിന്ന് നമ്മളെവിടെ പോവും? ഇനിയിപ്പം വീടായാൽ ഇവിടെ നിന്ന് നമുക്കൊരു വീടായി, നമുക്ക് എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഈ സ്ഥലമൊക്കെ വാങ്ങിച്ചത് ഗംഗയാണ്? ഞാനാണ്. വിത്ത് ജോയ്. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യം? എൻ്റെ ജോബാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ചെയ്യുന്ന ഈ ഒരൊറ്റ കാര്യമാണ്. എനിക്കുണ്ട് വേറെ സന്തോഷമുള്ള കാര്യം, ഫുഡൊക്കെ കഴിക്കണം, എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷെ എസ്പെഷ്യലി എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള എൻ്റെ ജോബാണ് ഈ ഒരു വ്ളോഗിങ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു ജോബാണ് ഏറ്റവും ഇഷ്ടം. ലാസ്റ്റ് കാർഡ്. ഡു ഇറ്റ്. എന്താണ് ഇനി ചെയ്യാനുള്ളത്? ദാറ്റ് യു ഹാവ് ടു ഡു ഇറ്റ്. ഒരു ഓൺടർപ്രണർ ആവണം ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരു ബിസിനസ്, എനിക്ക് എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വെച്ചിട്ട് ചെയ്യണം. മീൻസ് എനിക്കൊരു എസ്പെഷ്യലി വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും എൻ്റെ അമ്മയെ പോലെ അബാൻഡൻഡ് ആയിട്ടുള്ള സ്ത്രീകളെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് ഭയങ്കര ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വീട് പണി കഴിഞ്ഞിട്ട് അതൊന്ന് ആയിട്ട് അവിടെ തന്നെ തുടങ്ങാമെന്നുള്ള രീതിയിലാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ഗംഗ. ആൻഡ് ഇറ്റ് വാസ് റിയലി ലവ്ലി ടോക്കിംഗ് ടു യു. ഐ നോ ഗംഗ പലർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ആൻഡ് ദിസ് ജേർണി ഓഫ് യേഴ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ദിസ് സോ മച്ച് മോർ ടു അച്ചീവ്. ഇത്രയും സ്ട്രഗിൾസ് കഴിഞ്ഞ് ഇവിടെ വരെ എത്തി. ആൻഡ് ഐ എം ഷുവർ യു ജസ്റ്റ് ഗോയിങ് ടു ക്ലൈംബ് ഹയർ ആൻഡ് ഹയർ. താങ്ക്സ് സോ മച്ച്. താങ്ക് യു.